ഹലോ മക്കളെ, പ്ലസ് വൺ മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ബോർഡ് എക്സാമിന് 9 മാർക്കിനാണ് ഈ ഒറ്റ ചാപ്റ്റർ ചോദിക്കാറ്. വളരെ സുഖമായിട്ട് നമുക്ക് ഈ പറയുന്ന 9 മാർക്കും നേടാൻ വേണ്ടി സാധിക്കും. ഈ കാണുന്ന ചാപ്റ്ററിലെ ഈ ഒരു ഫോർമുലയുണ്ട്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എന്ന് പറയുന്നത് n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. ഈ കാണുന്ന ഫോർമുലയിൽ നിന്ന് ഇത്ര കാലത്തിനിടയ്ക്ക് ചോദിച്ച ഏറ്റവും മനോഹരമായ ചോദ്യം, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ആ കാണുന്ന ചോദ്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരും ഈ കാണുന്ന ഫോർമുല ഓർത്തിരിക്കുക. എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ആണെങ്കിൽ എന്താണ് n എന്ന് പറയുന്നത് മക്കളെ? ഈ കാണുന്ന പവർ ഉണ്ടല്ലോ, അതാണ് എൻ്റെ n എന്ന് പറയുന്നത്. n എ റൈസ് ടു എ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക. അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് പറയാം എ, ഈ കാണുന്ന എ, അല്ലെങ്കിൽ പറയാം ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ, ഈ പറയുന്ന എ, അതും നമ്മുടെ എ തന്നെയാണ്. ആൻഡ് എയുടെ പവർ എന്താണ്? അത് n-1 ആണ്. എന്നിൽ നിന്നെന്താണ് ഒരു 1 കുറയ്ക്കുക, അതായത് n-1. സോ എല്ലാവരും ഫോർമുല ഓർത്ത് വയ്ക്കുക. n എ റൈസ് ടു n-1. നമ്മളിതാ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതാണ് ആ പറയുന്ന ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻഡ്സ് 0 എക്സ് പ്ലസ് 1 ഹോൾ റൈസ് ടു 5 മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ്. ഈ കാണുന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ട ചോദ്യമാണിത് ഈ പറയുന്നത്. എങ്ങനെയാണ് ഇവൻ ആൻസർ ചെയ്യേണ്ടത്? ഞാൻ നോക്കുമ്പോൾ ഇവിടെ എക്സ് പ്ലസ് 1 റൈസ് ടു 5 ഉണ്ട്. ഇവിടെ എന്താണ് ഞാൻ എഴുതിയൊരു 1 റൈസ് ടു 5 എന്ന് എഴുതി. അപ്പോൾ കാണുമ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ ഫോർമുല പോലെ സം എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n എന്ന് പറയുന്ന രൂപത്തിലേക്ക് വന്നു. കാണുമ്പോൾ ഉണ്ട് എൻ്റെ മേൽഭാഗം. അപ്പോൾ തന്നെ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. ഇവിടെ എക്സ് പ്ലസ് 1 ആണുള്ളത്. ഫോർമുലയിൽ എക്സ് മാത്രം. നമ്മൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന എക്സ് പ്ലസ് 1നെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് മാറ്റണം. അതിനുവേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പറയുന്ന എക്സ് പ്ലസ് 1നെ നമ്മൾ വിളിക്കുക സം വൈ ആയിട്ട്. എക്സ് പ്ലസ് 1 ഈക്വൽ ടു വൈ. എക്സ് പ്ലസ് 1 വൈ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും നമുക്ക് ഉണ്ടാവുന്ന മാറ്റം? ലിമിറ്റ്. അങ്ങനെ തന്നെ എഴുതി. എക്സ് പ്ലസ് 1 ആരാണ് ഇപ്പോൾ എക്സ് പ്ലസ് 1? അത് വൈ ആണെന്നറിയാം. വൈ ടു ദി പവർ എന്താ? അത് 5 മൈനസ് 1 ടു ദി പവർ 5 ഡിവൈഡഡ് ബൈ എക്സ് എഴുതാനുള്ള ഒരു ത്വര എല്ലാവർക്കും ഉണ്ട്, ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഒരിക്കലും ഒരാൾ പോലും എക്സ് എഴുതാൻ വേണ്ടി പാടില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ദേ ഇവിടെ വൈയാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലായിടത്തും വൈയുടെ ടേംസിലാക്കണം. അതുകൊണ്ട് ഈ പറയുന്ന എക്സിനെ മച്ച് കളഞ്ഞു. നമുക്ക് എന്താണ്? നമുക്കിത് അവിടെയും വൈയുടെ ടേംസിലേക്ക് മാറ്റണം. അപ്പോൾ അതെങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റും? നമുക്കറിയാം ഇവിടെ എക്സ് ആണ്. എക്സ് മക്കളെ, ഇവിടെ നിന്ന് എല്ലാവരും നോക്കിയേ, എന്താണ് എക്സ്? എക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സെയിം ആസ് ഈ 1നെ നേരെ ഇപ്പുറം കൊണ്ടുപോയി. അപ്പം എന്തായത്? അത് -1 ആയിട്ട് മാറി. സോ എക്സ് എന്ന് പറയുന്നത് മറ്റാരുമല്ല y-1. നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് നമ്മുടെ ഡിനോമിനേറ്ററിൽ എക്സ് ഉണ്ട്. ഈ പറയുന്ന എക്സിനെ നമ്മൾ y-1 എന്ന് കൊടുത്തു. ഇപ്പോൾ ശരിയായി. y റൈസ് ടു n, എക്സിന് പകരം ഒരു സിംഗിൾ വേരിയബിൾ തന്നെ കേട്ടോ. ദേ പവർ എന്താ? പവർ 5, വിച്ച് മീൻസ് n എന്ന് പറയുന്നത് 5 ആണെന്ന് മനസ്സിലായി. n5. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ വേരിയബിൾ y. അങ്ങനെയാണെങ്കിൽ ലിമിറ്റിനെ താഴെ എന്ത് വേണം? അവിടെയും y തന്നെ വേണം. എന്തുകൊണ്ടാണ്? ഫോർമുല നോക്കുമ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ വേരിയബിൾ എക്സ്, അപ്പോൾ ഇവിടെ എന്താ? ഇവിടെയും എക്സ് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നൊരു മാറ്റമാണ് ഈ ചോദ്യത്തിന് വേറൊരു തലത്തിലേക്ക് മാറ്റുന്നത് പോലും. നമുക്കറിയാം മക്കളെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ് ഇവിടെയുള്ളത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, അതെല്ലാവരും നോട്ട് ചെയ്യാം. നമുക്കറിയാവുന്നൊരു കാര്യമാണ് y എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 നമ്മൾ എടുത്ത കാര്യമാണ് കേട്ടോ. y ഇറ്റ് ഇസ് സെയിം ആസ് എക്സ് പ്ലസ് 1. അപ്പം എല്ലാവരും നോക്കാം. എക്സ് എന്ന് പറയുന്നത് 0 ആണ്. എക്സ് ടെൻസ് ടു 0 നമ്മൾ തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക. എക്സ് 0 ആണ്. ഇവിടെ 0 അല്ലേ? 0 അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? ഇവിടെയും 0 എഴുതി. അപ്പോൾ എക്സ് 0 ആയി കഴിഞ്ഞാൽ എൻ്റെ y ആരാണെന്ന് എല്ലാവരും കണ്ടുപിടിക്കാതെ ഈ കിടക്കുന്ന എക്സിന് പകരം എന്ത് ചെയ്യാൻ? ഇത് 0 അല്ലേ? ആ 0 കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ y എന്ത്? y ഈക്വൽ ടു 0 പ്ലസ് 1, which implies y equal to 1. y1. അപ്പം എന്ത് വേണം? എക്സ് 0 എന്ന് എഴുതിയ സ്ഥലത്ത് y ആരാണ്? y1 ആണ്. അപ്പോൾ ഓടിപ്പോയി എന്താ? ഈ കാണുന്ന എക്സ് ടെൻസ് 0 അത് മാറ്റി എഴുതാം മക്കളെ. അവിടെ y എഴുതി, 1 എഴുതി, ടെൻസ് 2 എഴുതി. എക്സ് 0 ആകുന്ന സ്ഥലത്ത് y ആരാ? y1 ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തമാശയ്ക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ കാണുന്ന ലിമിറ്റിൽ ഇവിടെ എക്സ് ടെൻസ് 0 അതിന് പകരം തമാശക്കാണ് കേട്ടോ, തമാശക്കാണ് പറയുന്നത്. ഇവിടെ ഒരു 2 ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ? ഇത്ര മാത്രമേ ഉള്ളൂ, എക്സിന് 2 കൊടുക്കാം. അപ്പോൾ y എന്താ? y എന്ന് പറയുന്നത് നോക്കിയേ, 2 പ്ലസ് 1 ഇറ്റ് ഇസ് സെയിം ആസ് 3 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ പോയിട്ട് ഇവിടെ y ടെൻസ് ടു 3 എന്ന് എഴുതിയാനെ.
ആ ഒരു മാറ്റം മനസ്സിലായില്ലേ? വളരെ സിമ്പിളായിട്ട് എന്താണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു മാറ്റമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ തന്നെ പറഞ്ഞത്. അവസാനിച്ചു മക്കളെ, ഈ കാണുന്ന ചോദ്യത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഇപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് എ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. എ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1. സോ എന്നും കിട്ടി എയും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്താ ഫോർമുല? NA⁻n-1. സോ NA⁻n-1 ഇതാണ് ഫോർമുല. n എന്ന് പറഞ്ഞാൽ ആരാണ്? അത് മക്കളെ അത് 5 ആണ്. ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്. n-1 n5-1 ഇറ്റ് ഇസ് സെയിം ആസ് 5 ഇൻറ്റു 1 റേസ് ടു n നമ്പർ ഇറ്റ് ഇസ് സെയിം ആസ് 1. 5 ഇൻറ്റു 1 ഇറ്റ് ഇസ് സെയിം ആസ് 5. ഓക്കെ, എല്ലാവരും ഓർത്തിരിക്കുക. 1 റേസ് ടു n നമ്പർ എന്ന് പറയുന്നത് അത് 1 തന്നെയാണ്. സോ ഇതിൻ്റെ മൊത്തം ഉത്തരം എന്തായി? അത് 5 ആയിട്ട് മാറിക്കഴിഞ്ഞു. നമ്മളിതാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നേരത്തെ തന്നെ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ഇതേ ടൈപ്പിലുള്ള ചോദ്യമാണിത് ഈ പറയുന്നത്. സെയിം തന്നെ. ഇവിടെ പക്ഷേ റൂട്ടാണ്. റൂട്ട് വരുമ്പോൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് x⁻². ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇത് എഴുതിയെടുക്കണം. റൂട്ടിന് നമുക്ക് എന്താണ് പവറിലേക്ക് മാറ്റാൻ പറ്റും. പവറിലേക്ക് മാറ്റുമ്പോൾ എന്താണ് അത് 1/2 ആയിട്ട് മാറും. ഓക്കെ, റൂട്ട് എക്സ് ഇറ്റ് ഈസ് സെയിം ആസ് x⁻1/2. ഇതാണ് എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ എന്താണ് ഇവിടെ റൂട്ട് ഓഫ് 1 + x ഉണ്ട്. ഞാൻ എഴുതി ലിമിറ്റ് x → 0 1 + x ഹോൾ റേസ് ടു 1/2 - 1 ഹോൾ ഡിവൈഡഡ് ബൈ x. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പവർ 1/2. അപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്താ, ഇവിടെയും എനിക്ക് വേണമെങ്കിൽ പവർ 1/2 എഴുതാം. കാരണം 1 റേസ് ടു n നമ്പർ 1 ആണല്ലോ. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് ലഭിച്ച മക്കളെ പവർ 1/2 തന്നെയാണ്. ഞാനിവിടെ എന്താ എഴുതി? ഇവിടെ 1/2 എഴുതി. ഇപ്പോൾ നമ്മൾ പഠിച്ചൊരു ഫോർമാറ്റ് മാതിരി എങ്ങനെ x⁻n - a⁻n ആയി മാറിയ. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഉള്ളിൽ എന്താണ്? ഉള്ളിൽ ഒരു സിംഗിൾ ടേം മാത്രമേ പാടുള്ളായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ഈ കാണുന്ന 1 + x ഉണ്ടല്ലോ, അവൻ എന്ത് വിളിക്കുന്നു? ഞാൻ y എന്ന് പറഞ്ഞ് വിളിച്ചു. അതാണ് പഠിച്ചിരുന്നത് 1 + x = y. അപ്പോൾ എന്ത് ചെയ്യണം? എവിടെയാണോ 1 + x ഉള്ളത് അവിടെ നിങ്ങൾ ഓടിപ്പോയിട്ട് y എന്ന് പറഞ്ഞ് എഴുതുക. സോ ലിമിറ്റ് അങ്ങനെ തന്നെ എഴുതി, y എഴുതി മക്കളെ. y ഇവിടെ 1 + x അല്ലേ, അതിന് പകരം y എന്ന് എഴുതി. പവർ 1/2 -1 റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്? ഇവിടെ x ആണ്. എങ്ങനെയാണ് ഈ പറയുന്ന എക്സിനെ മാറ്റി എഴുതുക? ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് y ആകുമ്പോൾ താഴെയും y വേണം. അങ്ങനെ മേലെ x താഴെ y അത് പാടില്ല, പറ്റില്ലത്. ലിമിറ്റ്സ് ആയില്ല. മേലെ y ആണെങ്കിൽ താഴെയും y. അതാണ് എല്ലാവരും ഓർക്കേണ്ട കാര്യം. ഞാൻ എന്ത് ചെയ്തു? ഈ കാണുന്ന എക്സിനെ y ടേംസിലേക്ക് മാറ്റുന്നു. അതിനുവേണ്ടി എന്താ? y = ഇവിടെ 1 ഇല്ലേ, ആ 1ന് നേരെ ഇപ്പുറം കൊണ്ടുവന്നു. അപ്പോൾ എന്ത് കിട്ടി മക്കളെ? അത് -1 ആയിട്ട് മാറി. y -1 x = y -1. നമ്മൾ എന്ത് ചെയ്തു? നമ്മളിതാ എക്സിനെ മാറ്റി എഴുതാം. x ഇറ്റ് ഇസ് സെയിം ആസ് y -1. ഇപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ പവർ കിട്ടി. പവർ എന്താ? പവർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് മക്കളെ 1/2 ആണ് പവർ ആയിട്ട് വരുന്നത്. സോ n കിട്ടി. എ വേണം. എക്ക് വേണ്ടി ലിമിറ്റ് ശ്രദ്ധിക്കണം. എന്താ? ഇവിടെ ഇപ്പോൾ വേരിയബിൾ y ആണ്. വേരിയബിൾ y ആകുമ്പോൾ എൻ്റെ ഇവിടെയും y തന്നെ വേണം, അവിടെയും y വേണം. അവിടെ എങ്ങനെ y ലഭിക്കുക? അതിന് വേണ്ടി നോക്കൂ, ലിമിറ്റ് x → 0. എക്സിന് പകരം 0 കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും? എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ 0 + 1 അതാണ് മക്കളെ y. y എന്താ? y എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചു എന്ത്? 1 ലഭിച്ചു. സോ x 0 ആകുമ്പോൾ y എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ x 0 ആകുന്നത് ഇവിടെയാണ്. നമ്മൾ എന്ത് ചെയ്തു? അത് y 1ലേക്ക് മാറ്റി മക്കളെ. y → 1. ഞാൻ മുമ്പത്തെ ചോദ്യത്തിൽ ഒരുപാട് സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതാണ് ഞാൻ എന്ത് വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. n എന്ന് പറയുന്നത് 1/2. എന്ന് പറയുന്നത് വളരെ സുഖമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായത്. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. സോ a is same as 1. എന്താ ഫോർമുല? NA⁻n - 1. n എന്താ? n എന്ന് പറയുന്നത് 1/2 ആണ് കേട്ടോ. സോ 1/2 ഇൻറ്റു a. എന്താ? a 1 ആണ്. 1 റേസ് ടു n - 1 അതായത് 1/2 - 1 ഇറ്റ് ഇസ് സെയിം ആസ് 1/2 ഇൻറ്റു മക്കളെ 1 റേസ് ടു എനി നമ്പർ. മേലെ ആരുമായിക്കോട്ടെ, പവർ എന്തുമായിക്കോട്ടെ, 1 to the power എനി നമ്പർ ഇറ്റ് ഇസ് സെയിം ആസ് 1. സോ 1/2 × 1 ദി ആൻസർ ഇസ് നത്തിങ് ബട്ട് 1/2. സോ ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? 1/2 ആണ് ലഭിക്കുന്നത്. ഇത്ര മാത്രമാണ് മക്കളെ ഈ കാണുന്ന ചോദ്യം വരുന്നത്. വളരെ സുഖമായിട്ട് നമുക്ക് എന്താണ് ഇത്രകാലം ബോർഡ് എക്സാമിന് ചോദിച്ചാലേ ഏറ്റവും മനോഹരമായ ചോദ്യം ആൻസർ ചെയ്യാൻ സാധിച്ചു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. സോ എല്ലാവർക്കും ഈ കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള ഷോർട്ട് വീഡിയോ വേണമെങ്കിൽ എല്ലാവരും കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ക്ലാസ്സിൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് പറയുക. നിങ്ങൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. ടിൽ ബൈ ഓൾ സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം സൈലം ലേണിംഗ്.